എല്ലാവർക്കും നമസ്കാരം. കേരള മനസാക്ഷിയെ ഈയിടെ ഒരുപാട് ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു പ്രമാദമായ കേസ്. ആ കേസിൽ വാദിഭാഗത്തിന് വേണ്ടി ഹാജരാവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നീതി നിർവഹണം ലഭ്യമാക്കി കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു അഭിഭാഷകനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ശ്രീ ആർ വി ഗ്രാലൻ. ഒരുപാട് പേര് ഏറെ ആകാംക്ഷയോടെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ താങ്കൾ വാദിക്ക് വേണ്ടി ഹാജരായ ആ കേസിൻ്റെ വിധി അറിഞ്ഞത്. മാത്രമല്ല, ആ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ ഒരു വളരെയധികം വേദനിപ്പിക്കുന്നൊരു സംഭവം. ഒരു ഫാമിലി, അവരൊരു ഭാര്യയും ഭർത്താവും. ആ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പം അവരുടെ കൂടെ 2 കൈക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അതിനന്വേഷിച്ച് ഭാര്യ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഭർത്താവിനെ പോലീസുകാർ മർദ്ദിക്കുന്നത് കണ്ട് അത് തടയാൻ ശ്രമിച്ചപ്പോൾ CI അവരുടെ മുഖത്തടിക്കുകയും അതിൻ്റെ CCTV ഫുട്ടേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളം കാത്തിരിക്കുകയും, കാരണം ആ CCTV ഫുട്ടേജ് കിട്ടിയാൽ മാത്രമാണ് തങ്ങളുടെ ഭാഗത്ത് ഒരു ന്യായമുണ്ടെന്ന് ഒരു പൊതുസമൂഹത്തെയും കോടതിയും ഒക്കെ അവർക്ക് ബോധിപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. സമീപകാലത്ത് ഇതുപോലെയുള്ള മറ്റൊരു സംഭവം ഇവിടെ തൃശ്ശൂർ കുന്നംകുളത്ത് നമ്മൾ കണ്ടതാണ്. വാദിഭാഗത്തിന് വേണ്ടി നിലകൊണ്ട, അവരുടെ ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഈ കേസിൻ്റെ ഒരു നാൾവഴികൾ, അതുപോലെ ഇപ്പോൾ ഈ വിധിക്ക് ഇടയായ, കോടതിക്ക് ഇതിൽ കുറേ കാര്യങ്ങൾ സത്യമുണ്ടെന്ന് തോന്നിക്കാനിടയായ സന്ദർഭങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു? ഇത് ഒരു ദീർഘമായിട്ടുള്ള യാത്രയായിരുന്നു ഈ ദമ്പതികളുടെ എന്ന് പറയാം. ഇവരെ എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, അതായത് നോർത്ത് പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഒരു ലോഡ്ജ് ബിസിനസ്, ഈട്രി ബിസിനസ്, ഹോം സ്റ്റേ പോലുള്ളത് നടത്തുന്ന ദമ്പതികളാണ്. ഇവർക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ്. ആദ്യത്തെ, രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ സ്ത്രീ. അങ്ങനെ ഷൈമോൾ ഗർഭം ധരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പുലർച്ചയോട് കൂടിയിട്ട്, മിഡ് നൈറ്റ് കഴിഞ്ഞ് പുലർച്ചയോട് കൂടുമ്പോൾ, തീയതി ഏകദേശം 2024 ജൂൺ മാസത്തിലാണ് സംഭവം നടക്കുന്നത്. ആ ദിവസം അവരുടെ അടുത്ത് വാഴയില എന്നോ മറ്റോ പേരായ ഒരു റെസ്റ്റോറൻറ്റ്, ആ റെസ്റ്റോറൻറ്റിലെ ചില സ്റ്റാഫ്, 1-2 സ്റ്റാഫിനെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ റോഡിൽ കോളറിൽ കുത്തിപ്പിടിച്ച് ഒരു പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഒരു ബഹളം അല്ലെങ്കിൽ ഒരു ഉന്തും തള്ളു രീതിയിൽ ഒരു സംഭവം നടക്കുന്നു. അപ്പോൾ ഈ ബെഞ്ചോയ്ക്കും ഷൈമോൾക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു ആന്തൽ അല്ലെങ്കിൽ ഒരു ഉൾവിളി എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവരുടെ ഈ പറയുന്ന ഹോം സ്റ്റേയിലും അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിലും, നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മൊത്തം കാസർഗോഡ് ടു തിരുവനന്തപുരം എല്ലാ ട്രെയിനുകളെയും കണക്ട് ചെയ്യുന്ന അത്രയും ട്രാഫിക് വരുന്ന ഒരു സ്റ്റേഷൻ. അതുപോലെ തന്നെ ഭയങ്കര അനോണിമിറ്റി, സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ആനെ ജാനെ ആദ്മി ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ ഈ ഹോം സ്റ്റേ ബിസിനസ്സുകളായ കാരണം മുമ്പ് ഇവരുടെ അവിടെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എത്തിയിട്ട് ചിലരെ വാടകയുടെ കാര്യങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ കൊളോക്കിയലി സെയിങ് കുറേ കച്ചടകൾ നടക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഹോം സ്റ്റേകളൊക്കെ ഒരു തീരുമാനത്തിലുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭാഗം ഒന്ന് കൃത്യമായിട്ട് ധരിപ്പിക്കണമെങ്കിൽ വിഷ്വൽസാണ് അതിനുള്ളൂ. അപ്പോൾ നമ്മുടെ മൊബൈലുകളിൽ അത് ചിത്രീകരിക്കാം. അപ്പോൾ ഇവർക്ക് തന്നെ, ഇവരെന്നോട് പറഞ്ഞതനുസരിച്ച് സമാനമായ എന്തൊക്കെയോ ബഹളം ഉണ്ടായിട്ട് നേരത്തെ പോലീസൊക്കെ അവസാനം വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ തമ്മിലുള്ള ക്ലാഷൊക്കെ വരുമ്പോൾ, ഒരു ഭാഗത്ത് സ്ത്രീകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ബാലൻസിങ്ങിൽ അവസാനം പോലീസും സിസ്റ്റവും ഒക്കെ ഈ പറയുന്ന പരാതിക്കാർക്ക് വേണ്ടിയിട്ട് ഈ ലോഡ്ജ് ഉടമകളെ അല്ലെങ്കിൽ ഈ സ്ഥാപന ഉടമകളെയൊക്കെ പ്രതിയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ റോട്ടിലൊക്കെ വലിയ വാഹനവും ചെറിയ വാഹനവും വന്നിട്ട് ഇടിക്കുമ്പോൾ വലിയ വാഹനത്തിൻ്റെ തലയിലേക്ക് ഇൻഷുറൻസും മറ്റുമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു പതിവ് രീതികളുടെ ഒരു ബാക്കി പത്രം. അപ്പോൾ ഈ കുടുംബം ഈ ഹോം സ്റ്റേ അസോസിയേഷനുകളുടെയൊക്കെ ഒരു ചർച്ചകളുടെ, അവരുടെ ഒരു ചിന്തകളുടെയൊക്കെ ബലവത്തായിട്ട് എന്താണ് നടക്കുന്നത്, അതിനി ഞങ്ങളുടെ നെഞ്ചത്തേക്ക് അതെടുത്ത് വരണ്ടല്ലോ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും നിരപരാധികളെ പോലീസ് അതിക്രമിക്കുകയായിരിക്കുമെന്നൊക്കെ കരുതി സത്യമായിട്ട് പുറത്തു വരട്ടെ എന്നതാണ് ഇവർ എന്നോട് ധരിപ്പിക്കുന്ന ഒരു ഇൻറ്റൻഷൻ. ഇവർ ഈ മൊബൈൽ പിടിച്ചിട്ട് ഈ ഭർത്താവ് ബെഞ്ചോ പടിയിറങ്ങി ഈ ഹോം സ്റ്റേയിൽ, അപ്പോൾ ഈ ബെഞ്ചോയുടെ ബംഗാളികൾ, ഒഡീഷ സ്വദേശികളൊക്കെ ആയിട്ടുള്ള ജീവനക്കാർ അവിടെയുണ്ട്, ഈ നിറവയറുമായിട്ട് ഈ സ്ത്രീ അവിടെയുണ്ട്, ഇവരുടെ സ്ഥാപനത്തിൽ തന്നെ CCTVകളുണ്ട്, ഈ വാഴയില എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റുകളുടെ CCTV ഒക്കെ ഉണ്ട്.
അപ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പോലീസിൻ്റെ അടുത്തേക്ക് എത്തി ഇത് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റി കൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാമോ സപ്രസ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കൃത്യമായി രേഖകൾ ഉള്ള ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ല കൈകാര്യം ചെയ്യുന്നതെന്ന് ആ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന പോലീസുകാർക്ക് ബോധ്യമുള്ള പക്ഷം അവർ ഈ വീഡിയോ എടുക്കുന്ന ഈ പരിപാടിയെ അവർ ഭയക്കുന്ന ഒരവസ്ഥ വന്നു. ബെഞ്ചോയെ അവർ തിരിച്ചാക്രമിക്കുക, നീ എന്തിനാ ഞങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കുന്നത്, നീ ഇതിനനുഭവിക്കും എന്ന രീതിയിലുള്ളൊരു വാക്കുതർക്കങ്ങൾ വരുന്നു. അങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഈ റെസ്റ്റോറൻറ്റിലെ 2 സ്റ്റാഫ്, ഒരു ഭാഗത്ത് ബെഞ്ചോ വിത്ത് മൊബൈൽ, ഒരു ഭാഗത്ത് പോലീസുകാർ. എനിക്കിതിനെ ഒന്ന് ചിന്തിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ തോന്നുന്ന ഒരു രംഗമെന്ന് പറയുന്നത് കറുത്ത വംശജനായ ഫ്ലോയിഡ് എന്ന ഒരു വ്യക്തിയെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ USA മിനിയാപോളിസ് സംസ്ഥാനത്ത് ഒരു വെളുത്ത വംശക്കാരനായ പോലീസുകാരൻ, ഒരു പോലീസ് ടീം കാല് കഴുത്തിന് അമർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ പിന്നീടുള്ള ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇത് വലിയ ചർച്ചയാവുകയും മിനിയാപോളിസ് സംസ്ഥാനത്തെ ആ പോലീസ് അട്രോസിറ്റീസ് അമേരിക്കൻ ഭരണകൂടത്തിന് വരെ ഒന്ന് പിടിച്ച് കുലുക്കിയ ഒരു സമയമുണ്ടായിട്ടുണ്ട്. അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന രീതിയിൽ ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഹാഷ്ടാഗോട് കൂടി ഒരു ചർച്ചയ്ക്കൊക്കെ വഴിവിട്ടു. അപ്പോൾ അന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖകർ 6-7 വിവിധ വ്യക്തികൾ ആ സമയം അതിൽ കൂടെ കടന്നു പോകുന്നവരുടെ വിഷ്വൽസിനെ എടുത്തുകൊണ്ട് ഒരു വിഷ്വൽ സ്റ്റോറി പോലെയാണ് ഇതിൻ്റെ ഫാക്ട് ഫൈൻഡിങ് ടീം പ്രവർത്തിച്ച് ആ സത്യം കണ്ടെത്താൻ വന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കേരള പോലീസിന് ഇത്രമാത്രം അതിലെ പുഴുക്കുത്തുകളെ എക്സ്പോസ് ചെയ്ത ഈ മാറ്ററിൽ ഈ ഗർഭിണിയായ ഷൈമോളുടെ ഭർത്താവ് ബെഞ്ചോയുടെ ഈ വീഡിയോയിൽ നിന്നാണ് ഈ സ്റ്റോറി, ഈ ഫാക്ട്സ് ആരംഭിക്കുന്നത്. അതിനുശേഷം അവർ അന്ന് ഈ ബഹളത്തിന് ശേഷം പോലീസ് മടങ്ങുന്നു, ഇവരും വീടുകളിലേക്ക് മടങ്ങുന്നു. അന്ന് ഇനി അങ്ങനെ ഒരു വേർഷൻ ഉണ്ടെങ്കിൽ വലിയൊരു കൊള്ള അല്ലെങ്കിൽ റോബറി, പിന്നീട് തെഫ്റ്റ് കേസ് എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് അന്ന് രാത്രി മറ്റ് റെക്കോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമായിട്ട് പോകുന്നില്ല. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നത് ഈ ആദ്യത്തെ 2 ചെറുപ്പക്കാരെ പയ്യന്മാരുടെ ഒപ്പം അവരെ കൂട്ടുചേർത്തിക്കൊണ്ട് അവരുടെ ഈ അടുത്തേക്ക് ചെന്ന ബെഞ്ചോ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്ന വകുപ്പുകളടക്കം 353 വകുപ്പുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബെഞ്ചോയെ പ്രതിയാക്കി ഇവർ ആ കേസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഫസ്റ്റ് പോലീസിൻ്റെ ഒരു ഇൻറ്റൻഷനിൽ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീയെപ്പോലും ആശങ്കപ്പെടുത്തുന്നത് നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ ഒരു ഫോണിൽ ഒരു കാര്യം ചിത്രീകരിച്ചു അല്ലെങ്കിൽ ഒരു സച്ചായി ആ സത്യം പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അത് അവരുടെ ഹോം സ്റ്റേക്ക് തൊട്ടടുത്ത് നടന്നൊരു സംഭവം. തീർച്ചയായും അവരുടെ മുറ്റത്ത് നടന്ന സംഭവം. അപ്പൊ അത് തീർച്ചയായിട്ടും നാളെ ഇവർക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്ന ഭയത്തിലാണ് അവരത് എടുക്കാൻ ശ്രമിച്ചത്. ആ വിഷ്വല് ഇവരുടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1 മിനിറ്റിൻ്റെ അടുത്ത് 48 സെക്കൻഡോ മറ്റോ ഉള്ള ഒരു വിഷ്വലാണ്. ആ വിഷ്വല് ഇവൻ്റെ കയ്യിൽ, ബെഞ്ചോയുടെ കയ്യിൽ ഉള്ളത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ആയി തോന്നുകയാണ്. അങ്ങനെ പൊതുവെ കുപ്രസിദ്ധി ആർജിച്ച ഈ CI പ്രതാപചന്ദ്രൻ്റെ നേതൃത്വത്തിൽ സ്വിഗ്ഗി സൊമാറ്റോയിലെ പയ്യന്മാരെ തല്ലിച്ചതച്ച വിഷയങ്ങൾ, ഒരു നിയമവിദ്യാർത്ഥി അവരോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന വിഷയങ്ങൾ, പല ഇടങ്ങളിൽ നിന്ന് ഇടിമുറികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ അടിവരയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ പുറത്തു വന്ന സംഭവങ്ങൾ ഇത്രമാത്രം. ഇതിൽ പുറത്തു വരാത്ത അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന മറ്റു ഫാക്ട്സുകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ കുട്ടികൾ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഈ ഡ്രഗ് പെഡലേഴ്സൊക്കെ വളരെ സജീവമായ കാലമാണ്. ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസിനൊക്കെ കുപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ്. അപ്പോൾ ഒരു പക്ഷേ വളരെ ഒരു ഇടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഇടിമുറികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു 2025 ഒരിക്കലും ഭൂഷണമല്ലാത്ത രീതിയിൽ പോലീസിങ് കേരളത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വരുമ്പോൾ ഇതിലൊരു 50% അല്ലെങ്കിൽ അതിന് മേലെയോ വിഷയങ്ങളിൽ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസിൽ പെടുന്ന കുട്ടികളെ ഒരു 2 പെട CI കൊടുത്താലും ഞങ്ങളുടെ മക്കളൊന്നും നന്നായി കിട്ടിയാൽ അത് പുറത്ത് പറയണ്ട എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ പോലും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ശരിയാണ് അല്ലെങ്കിൽ അതിൽ അഭിരമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഇദ്ദേഹം മാറിപ്പോയിണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ബിഹേവിയർ പാറ്റേണിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആൻറ്റിസിഡൻസിൽ ഇദ്ദേഹം ഈ ഇടിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണമായിട്ടുള്ള രീതിയിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2025 ചേരാത്ത ഒരു പോലീസിങ് സിസ്റ്റത്തിൽ സിനിമയിലെ കാണുന്ന പോലെ ഒരു ആക്ഷൻ ഹീറോ ബിജു, ഇടിയൻ മജീദ് അല്ലെങ്കിൽ ഇടിയൻ താണുപിള്ള, കുട്ടൻപിള്ള എന്നൊക്കെ പറയുന്ന പഴയ പോലീസിങ് അത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
സ്റ്റെപ്പാക്കിയിട്ട് കാർപ്പറ്റ് ബോംബിങ് പോലെ ഈ ഇടിയും ബഹളമാക്കി നടത്തുന്ന ഒരു പോലീസിങ് സിസ്റ്റത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷെ ഒന്നും അറിയാതെ കയറി പോയ ഷൈമോൾക്കും കിട്ടിയൊരു തല്ല്. അങ്ങനെയും ഈ വിഷയത്തിനെ വേണമെങ്കിൽ അപഗ്രഥിക്കാം. പക്ഷെ അപ്പോഴും അപരാധി ആയിക്കോട്ടെ നിരപരാധി ആയിക്കോട്ടെ, എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് ജയ് ഭീം എന്നാണ് ആ സിനിമയുടെ പേരെന്ന് തോന്നുന്നു. തമിഴ് സിനിമ. ഹേബിയസ് കോർപ്പസ് റിട്ടിന് വേണ്ടി സാക്ഷിക്കൂട് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരുക്കിയ പഴയ ജസ്റ്റിസ് ചന്ദ്രു, റിട്ടയേർഡ് ജസ്റ്റിസ് ചന്ദ്രു, അദ്ദേഹത്തിൻ്റെ യുവ അഭിഭാഷകനായിരുന്ന കാലത്ത് നടത്തിയ ഒരു ദളിത് യുവാവിൻ്റെ കസ്റ്റോഡിയൽ ടോർച്ചറിനെ മനോഹരമായി പോർട്രേറ്റ് ചെയ്ത ഒരു മൂവി ജയ് ഭീം. അതിൽ സൂര്യ ആ വക്കീലിൻ്റെ വേഷത്തെ നന്നായിട്ട് അവതരിപ്പിച്ചു. അതിൽ കസ്റ്റോഡിയൽ ടോർച്ചറിൽ ഇൻട്രോഗേഷനിൽ കൊല്ലപ്പെടുന്ന ആ വ്യക്തിയെ മറ്റ് സംസ്ഥാന പോലീസുകളുടെ അതിരുകളിലേക്ക് പോണ്ടിച്ചേരി അല്ലെങ്കിൽ കേരളം ബോർഡറിൽ കൊണ്ടുവന്ന് അവിടെ തള്ളുകയും പോലീസിങ്ങിന് തന്നെ അവിടെ ഒരു കൺഫ്യൂഷനായിട്ട് ആര് FIR എടുക്കണമെന്ന രീതിയിൽ നമ്മളിത് പണ്ട് കേട്ടിട്ടുണ്ട്. പണ്ട് കേരളം മലബാറും തിരുവിതാംകൂറും കൊച്ചിയായിട്ട് കിടക്കുന്ന സമയത്ത് ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് മനുഷ്യൻ്റെ ഡെഡ് ബോഡി ഒരു പോലീസുകാർ മർദ്ദിച്ചിട്ട് അവശനാക്കി അല്ലെങ്കിൽ കൊന്നുവെന്ന് ഉറപ്പ് വരുത്തുന്ന ഡെഡ് ബോഡി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് തള്ളി മാറ്റിയാൽ ഈ പോലീസുകാർ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് തിരുവിതാംകൂർ ബോർഡറിലെത്തി അല്ലേ. പോസ്റ്റ്മോർട്ടത്തിന് പോലും വിവിധ രീതികളാണ് നിലനിന്നിരുന്നത്. കാരണം മലബാർ അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള ഒരു രീതി ബ്രിട്ടീഷുകാർക്ക് കീഴിൽ, തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജാക്കന്മാരുടെ രീതി. അപ്പോൾ നാച്ചുറൽ ബൗണ്ടറികളിൽ ഈ ഡെഡ് ബോഡികൾ കൊണ്ടിടുന്ന അല്ലെങ്കിൽ കസ്റ്റോഡിയൽ ടോർച്ചർ സംഭവിക്കുന്ന പ്രതിയെ പുറത്ത് മരത്തിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്ന, അടുത്തുള്ള കുളത്തിൽ കൊണ്ടുപോയി താഴ്ത്തുന്ന ആ പോലീസിങ് തിരിച്ചു വരികയാണ്. അതിന് തടയിടാനാണ് ഈ ഷൈമോളുടെ ധൈര്യം. ഈ ധീരവനിത ഈ 2 കുട്ടികളെ എടുത്ത് പോയി ഈ ഒരു പ്രയോഗം അവിടെ ചെന്ന് നേരിടേണ്ടി വരും. ഇതിലിപ്പോ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ബെഞ്ചമിൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് നടക്കുന്നത്. ആ അറസ്റ്റിനും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്യുന്നുണ്ട് ഹൈക്കോടതിയിൽ. അന്ന് ഇവരെ സാധ്യമായ രീതിയിലേക്ക് ഇവർ സ്റ്റെപ്പുകൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും എന്തോ ഒരു വ്യഗ്രതയിൽ ഇവരെ ഒന്ന് ഒതുക്കണം, അല്ലെങ്കിൽ ഇവരെന്തോ അഹമ്മതി, തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അഹമ്മതി ചെയ്തു, അല്ലെങ്കിൽ ഇവരെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു അതല്ലല്ലോ ഈ വിഷയം എന്ന് പറയുന്നത്. ട്രാൻസ്പാരൻറ്റ് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പോയാലും പ്രശ്നമുള്ളതല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു കാര്യം സപ്രസ് ചെയ്യണമെന്ന് തോന്നുക ജെബിൻ? നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് ഉറച്ച ബോധ്യമുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ കാര്യം മറ്റുള്ളവർ കണ്ടാൽ നിങ്ങൾക്കെതിരെ ഒരു നിയമ നടപടിക്കുള്ള സാധ്യത. അപ്പോൾ അത്തരത്തിലൊരു ഇൻസെക്യൂരിറ്റി ഇവർക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. ഒളിച്ചു വെക്കേണ്ടതാണെന്ന് അവർക്കൊരു ബോധ്യമുള്ളതുകൊണ്ടാണ് അവരതിനെ പേടിക്കുന്നത്. അപ്പം ബെഞ്ചോ നിൽക്കുന്ന ഫൂട്ടിംഗ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് എ വിസിൽ ബ്ലോവർ. ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വിസിൽ ബ്ലോവർ സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലീസ് പിന്നെ അയാളുടെ ഭാര്യയിലേക്ക് നീങ്ങുന്നു, അവരെ കുടുംബത്തിനെ മുഴുവൻ പെടുത്തുന്ന രീതിയിൽ കള്ളക്കേസുകളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ ബെഞ്ചോയെ പ്രതിയാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവരുടെ തൊഴിലാളികളൊക്കെ നിൽക്കുമ്പോൾ ഇയാളെ വലിച്ചിറക്കിക്കൊണ്ട് ജീപ്പിൽ കൊണ്ടുപോവുക. അപ്പോൾ ഈ പെൺകുട്ടി, ഈ ലേഡി പേടിച്ചു. നിറവയറുമായി നിൽക്കുന്ന ഈ ലേഡി പേടിക്കുന്നു. ഇവരുടെ അമ്മയും ഒക്കെ വന്ന് അന്ന് ഇവരുടെ ഈ പ്രഗ്നൻസിയുടെ റുട്ടീൻ ചെക്കപ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇവരാകെ പാനിക്കാവാണ്. ഇവരുടെ പ്രിയതമനെ പോലീസ് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവർ ഒരു ഓട്ടോ വിളിച്ചോ മറ്റോ ഈ കുട്ടികളെ പിടിച്ച്. അപ്പോൾ ഏതോ റിട്ടയേർഡ് ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട്, ഇവരോട് ഇങ്ങനെയൊക്കെ അതിക്രമിക്കാൻ ഇവരെന്താ 2 മിസൈൽ പിടിച്ചിട്ടാണോ പോയത്? ഇരട്ട കുട്ടികളെ പിടിക്കുന്നു. ഒരു കുഞ്ഞ് ഗർഭിണിയായ അവസ്ഥയിൽ പോകുന്ന ഈ സ്ത്രീ അവിടെ ചെല്ലുന്നു. സ്വാഭാവികമായിട്ടും ഇവർ കുറച്ച് ഫിസിക്കുള്ള ലേഡിയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫിസിക്കും ഇതും വെച്ചുകൊണ്ട് അവർ എൻട്രി ചെയ്യുമ്പോൾ അവരെ കൺസോൾ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഇരുത്തി അല്ലെങ്കിൽ അവരോട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയേണ്ട ഉത്തരവാദിത്തമുള്ള പോലീസിങ് അവിടെ വനിതാ പോലീസുകാരെല്ലാവരും ഉണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത, തൃശ്ശൂർ പൂരത്തിൻ്റെ പോലെ ഒരു കളർഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒരാളും യൂണിഫോം ഇല്ല. നിങ്ങൾ ആ വിഷ്വൽസ് ശ്രദ്ധിച്ചാൽ കാണാം. ലേഡി പോലീസുകാരും ഈ പറയുന്ന CI പ്രതാപനും ഈ ടീമും ഒക്കെ വളരെ കളർഫുൾ ഗ്രൗണ്ട് ഓൾസോ. ഈ ഷൈമോൾക്ക് വേണമെങ്കിൽ അവരെ മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോവാം. കാരണം നെയിം പ്ലേറ്റോ ഡ്രസ്സോ ഒന്നുമില്ലാത്ത ആളുകളെ പോലീസാണെന്ന് അവിടെ എന്തുകൊണ്ട് തിരിച്ചറിയണം? തൻ്റെ ഭർത്താവിനെ ഒരു കൂട്ടം നരാധമന്മാരെ അവിടെ കയ്യേറ്റം ചെയ്യുന്നതായിട്ട് അവർക്ക് ചിന്തിച്ചുകൂടെ? ഞാനൊരു ഡിഫൻസ് ലോയർ എന്ന രീതിയിലൊന്ന് സംസാരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കളർഫുൾ പാറ്റേണിൻ്റെ ഇടയിൽ കൂടെ ഈ സ്ത്രീ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ ഒരു പുരുഷ പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു തരത്തിലും ആ സ്ത്രീയുടെ നെഞ്ചത്തോ മാറിടങ്ങളിലോ അവരുടെ ശരീരത്തിലോ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ലാത്ത അത്തരത്തിൽ പോലീസ് അക്കാഡമിയിലും മറ്റും ട്രെയിനിങ്ങിൽ ക്ലാസ് കിട്ടിയിട്ടുള്ള അത്തരം ഒഫീഷ്യൽ മെമ്മറാണ്ടങ്ങളെക്കുറിച്ച് അറിവുള്ള ഇദ്ദേഹം മറ്റൊന്നും കൂടിയുണ്ട്. ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ് നമ്മുടേത്.
നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു ബാർബേറിക്കായിട്ടുള്ള സ്ത്രീയെ അടിച്ചമർത്തണമെന്നുള്ള ഒരു ചിന്തയുടെ ഒരു പ്രതിധ്വനി ഇപ്പോഴും അവശേഷിച്ചിട്ടില്ല. ആ അടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടിയേക്കാളും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിച്ചമർത്തുന്നതിൻ്റെ, അല്ലെങ്കിൽ മറ്റെത്ര സ്ഥലങ്ങളുണ്ട് മനുഷ്യന് ഒരാളെ ന്യൂട്രലൈസ് ചെയ്യാൻ തല്ലാൻ. ഇവരെ വെടിവെക്കാൻ പോലും പഠിപ്പിക്കുന്നത് മുട്ടിൻ്റെ താഴിലോട്ടാണ്. അല്ലെങ്കിൽ ഒരു ലാത്തി എടുത്ത് ഇവർക്ക് അത്തരം അതിക്രമം കാണിക്കുന്നവരെ ചെയ്യാം. ഇവരുടെ കയ്യിൽ ഷീൽഡുകളുണ്ട്, ഫൈബർ ഷീൽഡുകളുണ്ട്, ചൂരൽ ഷീൽഡുകളുണ്ട്. അപ്പം മുഖത്ത് ഒരാളെ അടിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടം തൊട്ടിട്ട് IPCയിലൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ തല. എന്തുകൊണ്ടാണ് നമ്മൾ തലയിൽ പ്രൊട്ടക്റ്റീവ് ഗിയറുകൾ വെക്കുന്നത്? തലയിലേൽക്കുന്ന ഓരോ ഇഞ്ചുറിയും അത് ജീവിതകാലത്ത് മുഴുവൻ കാഴ്ച ശക്തി, കേൾവി ശക്തി, പല്ലുകൾക്കും മറ്റുമുണ്ടാകുന്നതിനെ എല്ലിന് പൊട്ടലുണ്ടാകുന്ന പോലെയാണ് നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റം മുതലേ IPCയും BNSഉം ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീയെ മുഖത്തടിക്കുന്ന ഒരാളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡെവിൾസ് മൈൻഡ്, ദാറ്റ് ഈസ് എ ക്രിമിനൽ ഇൻറ്റൻഷൻ ഓഫ് എ പോലീസ് ഓഫീസർ. അവിടെയാണ് ഇതിലെ ഒന്നാമത്തെ അതിഭീകരമായ സിറ്റുവേഷൻ. 2, അത് കഴിഞ്ഞ് ഇത് സപ്രസ് ചെയ്യാൻ വേണ്ടി സ്വയം ബെഞ്ചോ അപ്പുറത്ത് കയ്യും കാലും പിടിച്ചിട്ട് എൻ്റെ ഭാര്യയെ ഒന്നും ചെയ്യരുത്, അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ പോലീസ് സ്റ്റേഷനിലിട്ട് ആക്രമിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അപ്പോൾ അവനെ വട്ടം പിടിച്ചിരിക്കുകയാണ് ഈ കളർഫുൾ പോലീസുകാർ. അപ്പോൾ ഇവർ ഈ ബനിയനോ മറ്റോ ഇയാൾ മാറ്റിയിട്ട് സ്വന്തം നഖം കൊണ്ടാണെന്ന് ഇവർ പറയുന്നു. അയാൾ തന്നെ നെഞ്ചു പൊളിച്ച് ഒരു കൗണ്ടർ കേസ് ഉണ്ടാക്കാനുള്ള ഒരു മിടുക്ക് അത് ജസ്റ്റിസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റിസ് കമാൽ പാഷയൊക്കെ ഇത്തരം ആളുകളെ പിരിച്ചുവിടണമെന്ന് ഉറച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരം ആളുകളെ സർവീസിൽ തന്നെ നടത്തുന്നത്? അപ്പോൾ രണ്ടാമത് സംഭവിച്ചു പോയി, ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ അത് ഒരു സിസ്റ്റത്തിനോട് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോകാവുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കസ്റ്റോഡിയൽ ഇൻ്റർഗേഷനിൽ മരിച്ച ആളേനെ അടുത്തുള്ള പുളിമരത്തിൽ കെട്ടിത്തൂക്കുന്ന പഴയ കുട്ടൻപിള്ള പോലീസുകാരുടെ പഠിപ്പ് ഇവരുടെ മനസ്സിലേക്ക് വരുന്നത്. അതിവിടെ പൊതുസമൂഹം ചോദ്യം ചെയ്യണ്ടേ? അതിവിടുത്തെ രാഷ്ട്രീയക്കാർ അത് സപ്രസ് ചെയ്യാൻ ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ അവിടെയാണ് ഈ കുടുംബത്തിൻ്റെ വേദന ഇരട്ടിക്കുന്നത്. ആ സ്ത്രീയുടെ മുഖത്ത് എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? ഈ വിഷ്വൽസ് കിട്ടാൻ പോലും എനിക്ക് വക്കാലത്ത് വന്നത് ശ്രീ യശശരീരനായ അഡ്വക്കേറ്റ് BA ആളൂർ സാറാണ് ഇവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ആദ്യം കേസ് നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ ബാധിച്ച് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കക്ഷികൾ എൻ്റെ അരികിലേക്ക് വക്കാലത്ത് മാറ്റാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഫ്രീസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് പോലീസുകാരുടെ കയ്യിൽ 1 വർഷത്തിന് മീതെയായിട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസിനും മറ്റും ഇതിനെക്കുറിച്ച് വിവരമുണ്ട്, അവരിത് കണ്ടിട്ടും ഉണ്ടാകും. ഈ ഗവൺമെൻറ് സൈഡിൽ നോക്കുമ്പോൾ ഗവൺമെൻറ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന രീതിയിൽ GPമാർ അല്ലെങ്കിൽ PP അവരുടെ ഓഫീസുകൾക്ക്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിനൊക്കെ ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ദേ ഓൾ വെയിറ്റഡ് ടിൽ എ മൊമെൻറ്റ് ഈ വിഷ്വല് ചിത്രത്തിൽ പത്രത്തിലും ചാനലിലും വന്നാൽ മാത്രമേ പ്രതികരിക്കൂ എന്നുണ്ടോ? ഇത് ഒരു ജീവൻ നഷ്ടപ്പെട്ട വിഷയമായിരുന്നുവെങ്കിൽ 1.5 വർഷം നമ്മൾ കാത്തിരുന്നിട്ടാണോ സത്യത്തിൻ്റെ? അതിനേക്കാൾ ഗൗരവമേറിയ ഒരു വസ്തുത, ഈ 1.5 വർഷത്തിനിടയിൽ ഇയാൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പല ഡ്യൂട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു പ്രോംപ്റ്റ് ആക്ഷൻ വരാത്തത് കൊണ്ട് ഈ ക്ലയൻസൊക്കെ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ കുന്നംകുളം വിഷയം പറഞ്ഞതുപോലെ തന്നെ ഒരു വിഷ്വൽസ് സർക്കാരിൻ്റെ കയ്യിലുള്ളത് പുറത്തു വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുള്ളൂ എന്നൊരവസ്ഥ എത്ര കഷ്ടകരമാണ്. അപ്പോൾ അവിടെയാണ് ശ്രീ മുരളി തുമ്മാരുകുടി സാറ് ജബിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഈ വിഷയത്തിനെ ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ മോണിറ്ററിങ്ങിലുള്ള ഒരു ഹാർഡ് ഡിസ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ഹൈക്കോടതി ജഡ്ജിൻ്റെ ചേംബറിലേക്ക് ലിങ്ക് ആവുകയും അല്ലെങ്കിൽ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് കോടതിയിലേക്കോ ഒക്കെ അങ്ങനെ അത് ഫ്ലാഗ് ചെയ്യപ്പെടുമ്പോൾ, ഇന്ന് കാലത്ത് ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ, അല്ലെങ്കിൽ ഒരു FIR വരുന്നു, ഒരു പരാതി വരുന്നു, അപ്പോൾ തന്നെ അത് അതിൻ്റേതായ ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് ആ പ്രശ്നം പരാതിപ്പെട്ട ആ കവർ ചെയ്യുന്ന ടൈമിലെ വിഷ്വൽസ് ഓട്ടോമാറ്റിക്കായി ചെല്ലുകയും അത് റോബോട്ടിക് സാങ്കേതിക വിദ്യ കൊണ്ടോ മറ്റോ ഓട്ടോമാറ്റിക്കായി പരിശോധിക്കുകയും ഒരു ഓവേർട്ട് ആക്ട് അല്ലെങ്കിൽ ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ നടപടിയാണ് വരേണ്ടത്. ഇത് ഈ ഭാര്യയും ഭർത്താവും കഴിഞ്ഞ 1 വർഷമായി അലയുകയാണ്. അവർ മുട്ടാത്ത വാതിലുകളില്ല.
അവർ അവസാനം ഈ വിഷ്വൽസിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ഹൈക്കോടതിയിലാകട്ടെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല സിസ്റ്റമുള്ള ഹൈക്കോടതിയിൽ പോലും ഈ വിഷ്വൽസ്, സാധാരണ രേഖകളൊക്കെ ആണെങ്കിൽ സിസ്റ്റം കോപ്പി ആപ്ലിക്കേഷനും മറ്റുമായിട്ട് ഈ രേഖകൾ സ്റ്റാമ്പ് പതിച്ച് കൃത്യമായിട്ട് വകുപ്പുകൾ തരും. ഈ വിഷ്വൽസ് എങ്ങനെ കൊടുക്കണം? അത് പെൻ ഡ്രൈവിൽ കൊടുക്കണോ, CD-യിൽ കൊടുക്കണോ, ഹാർഡ് ഡിസ്കിൽ കൊടുക്കണോ? അപ്പോൾ പോലീസാണെങ്കിൽ ഇത് ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം മുഴുവൻ തരുമെന്ന പോലെ 904 വിഷ്വൽസിൻ്റെ ഒരു മഹാ അക്ഷയഖനിയായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് ചോദിക്കുന്ന ആദ്യത്തെ അഭിഭാഷക ടീം ചോദിക്കുമ്പോഴും അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഇൻസിഡൻസിനെ മുഴുവൻ ചോദിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പ്രസക്തമായ വിഷ്വൽസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 1 മിനിറ്റോ 2 മിനിറ്റോ. അപ്പോൾ അവിടെയാണ് ഞാൻ പറയേണ്ടത്, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയായി മാറുകയാണ്? തല്ല് കൊണ്ടവളുടെ ഡ്യൂട്ടി ആയിട്ട് മാറുകയാണ്. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ചില മാധ്യമപ്രവർത്തകർ ഈ വിഷയം ഫോളോ അപ്പ് ചെയ്തതിൽ എടുത്തു പറയേണ്ടത്, ആദ്യം മുതൽ ഇവർ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഒരു വനിതാ മാധ്യമപ്രവർത്തക വയനാട്ടിൽ നിന്നുള്ള റിയ പറപ്പിലാണ് അന്ന് ഈ വിഷയം പൊതുജനത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. അവർ തന്നെയാണ് ഈ വിഷ്വൽസ് വന്നതും ആദ്യം ബ്രേക്ക് ചെയ്ത് മാധ്യമങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മാതൃഭൂമിയുടെ എറണാകുളം ബ്യൂറോയിൽ നിന്നുള്ള റിയ പറപ്പിലിൻ്റെ ഒരു സജീവ സാന്നിധ്യത്തിൽ ഈ വിഷയം പൊതുജന ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. തുടർന്ന് പത്രങ്ങൾ, മുതിർന്ന സീനിയർ മാധ്യമപ്രവർത്തകരൊക്കെ ഇത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് വിവരിക്കാൻ. പിന്നെ ഇത് വിവരിക്കുമ്പോഴുള്ള കഷ്ടം നോക്കൂ. ഈ മാധ്യമപ്രവർത്തകർ അവരുടെ ഒരു ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ശ്രീ പ്രതാപ് ചന്ദ്രൻ എന്ന കുറ്റാരോപിതൻ്റെ ബൈറ്റ് എടുക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന കഥ ഈ മിസൈൽ കുറ്റികൾ 2 ഇരട്ടക്കുട്ടികളുമായി വന്നവരേനെ വലിച്ചെറിഞ്ഞതിനാണ് ഞങ്ങൾ കേസെടുത്തതെന്നൊക്കെയാണ്. അതൊക്കെ വളരെ അലിഞ്ഞു പോകുന്ന, പൊട്ടിത്തകരുന്ന, പപ്പടം പോലെ പൊട്ടുന്നതാണ് പിന്നീട് പൊതുസമൂഹം കണ്ടത്. പക്ഷേ ഇതിനൊക്കെ നമ്മളൊരു പൊതുസമൂഹത്തിന് വോട്ടിട്ടിട്ട് ഇത് തീരുമാനിക്കാൻ മാത്രം ഈ വിഷ്വൽസ് കണ്ടാൽ മാത്രമേ ജനം വിശ്വസിക്കുള്ളൂ. പിന്നെ മറ്റൊന്നുണ്ടല്ലോ ജബിൻ, ഏതമ്മയെ തല്ലിയാലും 2 മക്കളുടെ പക്ഷം എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊരു വിഷയമുണ്ട്. ഏതൊരു മനുഷ്യനും, അല്ലെങ്കിൽ ഇവരുടെ ക്രിമിനൽ ആൻറ്റിസിഡൻസ് നോക്കുക, അല്ലെങ്കിൽ പ്രതാപ് ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ആൻറ്റിസിഡൻസ്, അദ്ദേഹത്തിൻ്റെ നല്ല ആളുകൾ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, പ്രതാപ് ചന്ദ്രൻ എന്ന വ്യക്തിയല്ല ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. അദ്ദേഹം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിസ്ഫങ്ഷനിങ്ങിലേക്ക് പോയാൽ ഇനിയും ഒരുപക്ഷെ റീഫോം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നല്ല പോലീസ് ഓഫീസറാക്കി അദ്ദേഹത്തെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുകയോ അദ്ദേഹത്തിൻ്റെ ജോലി മാത്രം കളയോ ഒന്നും അല്ല ഈ സിസ്റ്റം ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ഫങ്ഷനിങ് മാറ്റാൻ ഇതൊരു റീഫോർമേഷൻ ടെക്നിക്കായിട്ട്, ഇതൊരു ലാൻഡ്മാർക്ക് മാറ്ററാക്കിയിട്ട് ചെയ്യാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട്. എവിടെയാണ് പാളിപ്പോയത്? അല്ലെങ്കിൽ ഈ പ്രതാപിനെ പോലെ ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ താങ്കളുടെ പോലീസിങ് അധികാരത്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കാൻ നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറ്റ്ലീസ്റ്റ് കേരളത്തിൽ സാധിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു പരിരക്ഷാ സംവിധാനം ഇവിടെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇത്തരത്തിലേക്കാണ് ചർച്ചയിലേക്ക് പോകുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഈ സൗമ്യ കേസിലെ വെർഡിക്റ്റ് വരുന്ന സമയത്ത് അന്ന് തൃശ്ശൂർ നിയമകലാലയത്തിൽ സർക്കാർ കോളേജിൽ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ശ്രീ ബി ആളൂരാണ് ഡിഫൻസിന് വേണ്ടിയിട്ട്, പ്രോസിക്യൂഷന് വേണ്ടി സുരേശൻ സാറ്. ഈ ആരെങ്കിലുമൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുകയോ വെടിവെക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത അന്നത്തെ ആ ഒരു ഇതിൽ. അപ്പോൾ ഒരു അക്യൂസ്ഡിൻ്റെ ഒരു രീതിയിൽ കുറ്റം ചെയ്തതായിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, അന്ന് അയാൾക്കെതിരെ കുറ്റം തെളിഞ്ഞ സമയം വിചാരണ കോടതി ശിക്ഷ വിധിക്കുന്നു, വധശിക്ഷ വിധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ബസ്സിൽ ഗോവിന്ദച്ചാമിയെ കിടത്തിക്കൊണ്ടുപോവുകയാണ് പോലീസുകാർ. അതിൻ്റെ ഹോളുകളിൽ, ജനലുകളിൽ പോലും ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ എയിം വെക്കാൻ പോലുള്ള സാധ്യതകളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ സേഫാക്കാൻ അക്യൂസ്ഡിൻ്റെ, അപ്പോൾ അത്രമേൽ അക്യൂസ്ഡിൻ്റെ ജീവൻ പോലും സേഫാക്കി കൊണ്ടുപോയി അവനെ ജയിലിൽ കൊണ്ടുപോയി ശിക്ഷ കൊടുക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ഒരു ആഹ്ലാദ പ്രകടനം പോലെ ഈ പറയുന്ന പ്രോസിക്യൂട്ടർക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ ലഡു, മധുരം വിതരണം ചെയ്യുന്ന ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പം നിയമവിദ്യാർത്ഥികളായി ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വലിയ പ്രായമുള്ള ഒരു സീനിയർ വന്ന് പറയുന്നുണ്ട്, മധുരം കഴിക്കേണ്ട സമയമല്ല, ഒരാൾക്ക് വധശിക്ഷ ലഭിച്ച സമയമാണ്, സമൂഹം ലജ്ജിക്കുകയാണ് വേണ്ടത്. ഇത് ഒരു വിജയം എന്നതിനേക്കാൾ ഉപരി സമൂഹത്തിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. ആ നിലവിളി കേട്ടിട്ടും ആ ചങ്ങല ഒന്ന് വലിക്കാതിരുന്ന പാസഞ്ചേഴ്സുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക്, ആ റെയിൽ പാളത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കാൻ തോന്നാതിരുന്ന മറ്റ് കൂട്ടുയാത്രക്കാരുണ്ട്.
അല്ലെങ്കിൽ അന്ന് ഉത്തരവാദിത്തപ്പെട്ടിട്ടാണെങ്കിൽ പോലും ആ നേരത്ത് അതിൽ കൃത്യമായി പെട്രോളിംഗ് നടത്താത്ത റെയിൽവേ പോലീസിങ് ഫോഴ്സുണ്ട്, അന്നത്തെ വനിതാ പോലീസുകാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൽ വന്ന ഒരു കാര്യത്തിനെ ഒരു ക്രിമിനൽ വാസന കൊണ്ട് ഒരു ക്രൈമാക്കി മാറ്റിയ സോഷ്യൽ ഡിസ്ഫങ്ഷനിങ്ങിൻ്റെ ഭാഗമായ പ്രതിയെ വെടിവെച്ച് കൊല്ലുകയോ തൂക്കിലേറ്റുകയോ ഗില്ലറ്റിൻ വെച്ച് അവൻ്റെ ശിരച്ഛേദം ചെയ്യുകയോ ഒന്നും ചെയ്ത് ഒരു മധുരം പങ്കിട്ടതുകൊണ്ട് ഈ ക്രൈം ഇല്ലാതാകുന്നില്ല, അതിൻ്റെ റൂട്ട് കോസിലേക്ക്. അപ്പോൾ ഷൈമോളെ ഉപദ്രവിച്ച പ്രതാപ് ചന്ദ്രനെ ഇല്ലാതാക്കലല്ല ഈ ചർച്ചയിൽ വേണ്ടത്. പൊതുജനം അവിടെ നിന്ന് ഉയർന്നു വന്നു. മാത്രമല്ല, അത് തുടർച്ചയായിട്ട് ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ വളരെ അടുപ്പിച്ച് തന്നെ 2 വിഷയങ്ങളാണ് വരുന്നത്. അതെ, അപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലുണ്ടായ വിഷയം, അതുപോലെ വിവരാവകാശ നിയമം പ്രകാരം നമുക്ക് ചില വിഷയങ്ങളിൽ നമുക്ക് പൊതുജനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാനുള്ള ഏക ഒരു സോഴ്സ് വിവരാവകാശ ഒരു നിയമങ്ങളും അതിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളുമാണ്. സമാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫുട്ടേജ് നമ്മൾ ഇതിൽ പ്രതിയല്ല വാദി തന്നെയാണെന്ന് തെളിയിക്കാൻ ആകെയുള്ളൊരു ആശ്രയം ഇനി ഈ ഫുട്ടേജാണ്. അങ്ങനെ ഒരു അറിവ് പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഈ 2 കേസുകളുടെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ജബിൻ, ഈ വിവരാവകാശവുമായിട്ട് പോകുമ്പോൾ പലപ്പോഴും ഇതാരോട് പരാതി പറയണോ, നമ്മുടെ തമിഴിലെ ചൊല്ലുപോലെ പൈത്യക്കാരെ പാക്കണ പൈത്യക്കാരുടെ ഡോക്ടറെ പൈത്യം വന്ന ആര് പാപ്പറേൻ, ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഭ്രാന്തിൻ്റെ ഡോക്ടർക്ക് തന്നെ ഭ്രാന്ത് വന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ. അപ്പോൾ ഒരു CIക്കെതിരെയുള്ള പരാതി അതിൻ്റെ SP-ക്കോ കമ്മീഷണർക്കോ ആണ് വിവരാവകാശ പ്രകാരം പരാതിയുമായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരെ ഒരു രീതിയിൽ താളം ചവിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിവരാവകാശ നിയമം പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ലോക്സഭ വീണ്ടും പാസ്സാക്കിയതിനു ശേഷം ചില ഇടങ്ങളിൽ അത് ദുർബലപ്പെടുന്നുണ്ട്. അപ്പോൾ അധികാരവർഗത്തിൻ്റെ വളരെ സെൻസിറ്റീവായ ചില ഡോക്യുമെൻറ്റുകളാണെങ്കിൽ അത് ആ ഒരു രീതിയിലൊക്കെ ഒബ്ജക്ഷൻ പറഞ്ഞ് അത് കൈകളിലേക്ക് എത്താനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങളിൽ ഒരു വിവരാവകാശ രേഖ വെച്ചിട്ട് ഇത് ഫ്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതിൽ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ഞാൻ നടത്തിയ മാറ്ററിൽ വിവരാവകാശ നിയമം വെച്ചിട്ട് ഇവർക്ക് അത് കിട്ടിയില്ല, അതിന് പല ദുർഘടങ്ങളുണ്ടായി. ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസിൻ്റെ കൺസേൺഡ് പോലീസ് അട്രോസിറ്റീസ് നോക്കുന്ന ജസ്റ്റിസിൻ്റെ ഒരു റോസ്റ്റർ വന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് ഈ കേസിൻ്റെ വാദ സമയത്ത്, ഇത് ഏകദേശം 1 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ തന്നെ ഇടപെടലിൽ കൂടി ഇത് റിസർവ് ചെയ്യാൻ പോലീസിനോട് മാറ്റിവെക്കാൻ പറഞ്ഞ് അന്ന് ആ ഒരു ഡിസിഷൻ വലിയ ഒരു അവഗാഹത്തോടെ ചെയ്തതുകൊണ്ടാണ് ഇത് ടാമ്പർ ചെയ്യപ്പെടാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന അവസ്ഥയിൽ ഇത് മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ അത്ര ശക്തമാണ് ഈ പുഴുക്കുത്തുകളായ ഒരു പോലീസുകാരൻ മാത്രം വിചാരിച്ചാലും അത് പറ്റും. അപ്പം ഇവിടെ ചിലർ പറയുന്നുണ്ട് പോലീസിൻ്റെ മുഴുവൻ ഒരു വീര്യത്തെ ഇത് കെടുത്തില്ലേ ആരെങ്കിലും, അതാണ് ഒരു കൗണ്ടർ ആർഗ്യുമെന്റ്. ഇന്ന് ബട്ടൺ ക്യാമറകൾ വെച്ച് നിങ്ങളുടെ ക്യാപ്പിൽ ക്യാമറ വെച്ച് നിങ്ങൾക്ക് തന്നെ ഡിഫൻസ്, ഇപ്പോൾ തിരിച്ചൊന്ന് ആലോചിക്കൂ, ഈ ശ്രീ പ്രതാപ് ചന്ദ്രനെ ഒരു കൗണ്ടർ കേസും കാര്യങ്ങളും ഒരു സത്യം പ്രൂവ് ചെയ്യണ ആവശ്യമുണ്ട്, അദ്ദേഹത്തിന് ഒരു നിരപരാധിയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് യൂണിഫോം ധരിക്കുകയും ആ നെയിം പ്ലേറ്റ് വെക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ഘടിപ്പിച്ച ഒരു ക്യാമറ വിദേശ രാജ്യങ്ങളിൽ US-ലും UK-ലും ഒക്കെ ഉള്ള പോലെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഷൈമോളോ ബെഞ്ചോയോ അതിക്രമം കാണിച്ചു എന്നൊരു വാദം അവർക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തെളിയിക്കാൻ അത് പര്യാപ്തമാണ്. തീർച്ചയായിട്ടും. കാരണം ഒരു വലിയ കാലയളവോളം നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ബസ്സിൽ ആര് വന്ന് എന്താ പറയുക ഒരു ആക്സിഡന്റ് ഉണ്ടായാലും പ്രൈവറ്റ് ബസ്സുകാരായിരിക്കും പ്രതികൾ. അതിന് വലിയ വാഹനം അവരാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് അവര് പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ അവർ വലിയൊരു ക്യാമറ അവരുടെ ഇതിന് മുന്നിൽ കൊണ്ടുവച്ചു, അവരുടെ ഡാഷ്ബോർഡിൽ അപ്പോൾ മുന്നിൽ വളരെ സ്പീഡിൽ ബൈക്കിൽ പോയി ഇവരെ വെല്ലുവിളിക്കുകയും ഇവരെ തെറി ലഹള വെക്കുന്നവര് അങ്ങനെയുള്ളതൊക്കെ ഇവർ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ട് ഇവരെ ഭാഗം അപ്പോൾ വളരെ ഒരു ക്ലാരിറ്റി വന്നു. നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതെ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചത്തത് നമ്മൾ പറയുമല്ലോ കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത് ആ ക്യാമറ ബസ്സിൽ വന്നപ്പോഴുണ്ടായ ഒരു വലിയ മാറ്റം പോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു ജബിൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടുപ്രദേശങ്ങളിൽ വീണ്ടും നമുക്ക് ആ പഴയ തിരുവിതാംകൂർ കാലത്തേക്കൊക്കെ പോയാൽ ഈ മാടൻ മറുത അല്ലെങ്കിൽ ഉത്തരേന്ത്യകളിലൊക്കെ പറയുമ്പോൾ തഗ്, അവിടെ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊരു ആക്ട് തന്നെയുണ്ട്
തഗ്സിനെ പിടിക്കാനായിട്ട്. ഈ തഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാടൻ മറുതയുടെ ഒരു ഉത്തരേന്ത്യൻ വേർഷനാണ്. അവർ ഭസ്മവും കുറിയും കളസവും ഒക്കെ ഇട്ട് മേ ബി അത്തരം മാലകൾ ധരിച്ച് ഈ പറയുന്ന തലയൊട്ടികളൊക്കെയായി വന്ന് ആളുകളെ പേടിപ്പിച്ചിട്ട്, അത് പ്രേതമോ ഭൂതമോ ഒന്നും അല്ല, ശുദ്ധ തട്ടിപ്പുകാർ, പോക്കിരികൾ, അന്നത്തെ ഗുണ്ടാ വിളയാട്ടങ്ങൾ. നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചാലറിയാം. ഈ ചങ്കുവെട്ടി അല്ലെങ്കിൽ കഴുത്തുവെട്ടി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, മുഖംമൂടി മുക്ക്. അപ്പോൾ അവിടെയൊക്കെ അത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ. നമ്മുടെ നാട്ടിലെ വൈദ്യുതിയുടെ ആവിർഭാവത്തോടെ, സ്ട്രീറ്റ് ലൈറ്റുകൾ വരുന്നതോടെ, നല്ല ഒരു ഗവൺമെൻറ് സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രോപ്പറായി എത്തുന്നതോടുകൂടി ഈ മുഖംമൂടി മുക്കെല്ലാം മുഖം മിനുക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ അപ്രത്യക്ഷമായി. ഈ പെൺകളിൻ പാതുകാപ്പുക്ക് എന്നത് വേണമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ പറയും, പെൺകളിൻ പാതുകാപ്പുക്കാകെ മുക്കെല്ലാമേ നല്ല ലൈറ്റ് പോടണം. വെളിച്ചം എല്ലാ ഇതിനെയും ഇരുട്ടിനെയും തമസ്കരിക്കുന്ന, ഇൻ എവരി ഡാർക്ക്നെസ് ദർ വിൽ ബി സം ഗ്ലിറ്റർ ലൈൻസ് എന്നാണ് ചൊല്ലി. എല്ലാ കൂരിരുളിലും ചില രജതരേഖകൾ. അപ്പോൾ വെളിച്ചം വന്നതോടുകൂടി കുട്ടികളെ നമ്മൾ പണ്ട് കോക്കാച്ചി വരുന്നു എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ആ ഇരുട്ടുമൂല കാണിച്ച് പേടിപ്പിക്കുന്ന. വെളിച്ചം വന്നപ്പോൾ ഇന്ന് എത്ര കുട്ടികളെ നമുക്ക് അങ്ങനെ ഭയക്കാൻ പറ്റും? മാടനും മറുതയും കഥകളിൽ കറയാനും നിവിൻ പോളിയുടെയും ടൊവിനോയുടെയും പടങ്ങളിൽ കൊണ്ടുവന്നിട്ട് അവരുടെ തലയിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നല്ലാതെ പഴയ നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ ഇരുട്ടിനെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇരുട്ട്, പോലീസ് സ്റ്റേഷനുകളിലെ ഇരുട്ടിനെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പഞ്ചാബ് കേസിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് വന്ന് ഒരു വിഷ്വൽസ് ഇത്ര കപ്പാസിറ്റിയോട് കൂടിയിട്ട് CCTVകൾ സൂക്ഷിക്കണമെന്നും അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണമെന്നും അത് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ശബ്ദലേഖന സംവിധാനത്തോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ഫീബിൾ അല്ലേ, അങ്ങനെയല്ലേ വാക്ക് ഉപയോഗിക്കുക, വളരെ ഫീബിൾ സൗണ്ടിലാണ് ഷൈമോളുടെയും ഈ പ്രതാപ് ചന്ദ്രൻ്റെയും ബെഞ്ചോയുടെയൊക്കെ ശബ്ദവും കാര്യങ്ങളും കേൾക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചില സമയത്ത് തെറിപ്രയോഗം, അസഭ്യവർഷം, അതൊക്കെ എന്താണ്, ഏതാണ്, ആരാണ് അത് കൂടുതലായിട്ട് അസഭ്യവർഷം ചൊരിഞ്ഞത്, അതൊക്കെ കിട്ടണമെങ്കിൽ ഈ വോയിസും കൂടി വരണം. അപ്പോൾ ശരിക്കും വരും വർഷങ്ങളിലൊക്കെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ട്രമൻഡസ് ഗ്രോത്താണ്. അത് സ്വാഭാവികമായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിനെ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ഈ അട്രോസിറ്റീസിൽ ഒരുപക്ഷെ സത്യവും ശരിയും മനസ്സിലാക്കാൻ പറ്റാതിരുന്ന എത്രയോ പേര് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ദുർമരണങ്ങൾ സംഭവിക്കുന്ന അവസ്ഥയിൽ ചിലതെല്ലാം അത് നാച്ചുറൽ ഡെത്താക്കി മാറ്റിയിട്ടുണ്ട് പോലീസ്. അതൊന്നും ഇനി സംഭവിക്കാതിരിക്കാൻ ഈ ഹൈക്കോടതിയും ട്രയൽ കോടതിയും പോലീസ് സ്റ്റേഷനും പോലീസ് കംപ്ലയിൻറ്റിംഗ് അതോറിറ്റിയും അല്ലെങ്കിൽ ഇവർക്കൊരു കോമ്പൻസേഷൻ സിസ്റ്റം, ഇത്തരം അട്രോസിറ്റീസൊക്കെ നേരിടുന്നവർ സ്റ്റേറ്റാണ് ഈ യൂണിഫോം ഇടാത്ത പോലീസിൻ്റെ ഒക്കെ സ്റ്റാൻഡിൽ നിൽക്കേണ്ടത്. അപ്പോൾ ബെഞ്ചോയ്ക്കും ഷൈമോൾക്കും വലിയൊരു സഹായധനം സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥതാണ്. സുപ്രീം കോടതിയും അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ അങ്ങനത്തെ കേസുകൾ 1.5 വർഷം അവരനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പീഡനത്തിന് അവരത് അർഹിക്കുന്നുണ്ട്. 1.5 വർഷമല്ല, ആ മൊമെന്റിൽ 2024 ആ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അവരെ കൈ തൊട്ടിട്ട് സർക്കാരിൻ്റെ ഒരു എംപ്ലോയി, ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകൻ അവരെ അടിച്ച ആ നിമിഷം തന്നെ വലിയൊരു തുക കോമ്പൻസേഷൻ കിട്ടാൻ ആ ഗർഭിണിയായ സ്ത്രീക്ക് അർഹതയുണ്ട്. സപ്പോസ് യു തിങ്ക് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇവരെ കാലുകൊണ്ട് നാഭിക്ക് ചവിട്ടുകയോ അല്ലെങ്കിൽ ആ സ്ത്രീ അന്ന് വീഴുകയോ ഇവരുടെ പ്രഗ്നൻസി അത് ബാധിക്കുകയോ ചെയ്തോ, വിത്ത് ഗോഡ് സേക്ക് അവരുടെ കുഞ്ഞിന് വേറെ ഇവര് പ്രഗ്നന്റ് ആയി എന്നുള്ളത് ആ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പുരുഷന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു ഡിഫൻസ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരാൾ പ്രഗ്നന്റ് ആണോ അല്ലെങ്കിൽ പ്രഗ്നന്റ് അല്ലേ എന്നൊന്നും നിങ്ങൾ മര്യാദകേട് പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് അല്ലല്ലോ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് സ്ത്രീ, അല്ലെങ്കിൽ നാളെ അതൊരു ട്രാൻസ്ജെൻഡർ വരുന്നു. ഇപ്പം ഇന്ന് ക്രോസ് ഡ്രസ്സിങ്ങിൻ്റെ കാലമാണ് ജബിൻ. IFFK മേളയല്ലേ നടക്കുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ സ്ത്രീ രീതിയിലുള്ള വസ്ത്രം ധരിച്ചാൽ പോലും അവർക്ക് ചിലപ്പോൾ അവരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അല്ലെങ്കിൽ അവർ ഡിക്ലെയർ ചെയ്യുന്ന ജെൻഡർ സെക്സൊക്കെ ചിലപ്പോൾ നമ്മുടെ പൊതു പെർസെപ്ഷനുള്ളതായിരിക്കില്ല. ഒരു ലേഡി ഷർട്ടും പാൻറ്റും ഇട്ട് വന്നാൽ പുരുഷനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നിൻ്റെ നെഞ്ചത്ത് ചവിട്ടി എന്ന് വാദിക്കാൻ പറ്റുമോ? സേക്ക് ഓഫ് ഡിഫൻസൊക്കെ എടുക്കാം. പക്ഷെ അവിടെയൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് ജബിൻ നമ്മുടെ ഈ സിസ്റ്റമാണ്. അതിൻ്റെ ഒരു വളരെ അപൂർവമായിട്ടാണ് ഇത്തരം ഔട്ട് ബേസ്റ്റ് മാറ്റേഴ്സ് വരിക. അതിനെ അർഹിക്കുന്ന ഗൗരവം കൊടുക്കാതെ അതിനെ ഒരു സരസമട്ടിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് അതിൻ്റെ പിന്നാലെ പോയി മാധ്യമങ്ങൾ അത് അവസാനിപ്പിക്കുന്ന അവസ്ഥ. റൂൾ ഓഫ് പ്രോക്സിമിറ്റി ഈസ് ഓൾസോ ദർ. സപ്പോസ് വലിയൊരു വ്യക്തിയുടെ മരണം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നിര്യാണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീപിടുത്തം കെട്ടിടത്തിൻ്റേത്, അതൊക്കെ വന്നാൽ ഈ CCTV വിഷ്വൽസ് വന്നതുപോലും മാധ്യമങ്ങളിൽ എത്തണമെന്നില്ല. റൂൾ ഓഫ് പ്രോക്സിമിറ്റി പഠിപ്പിക്കുന്നുണ്ട്.
വരുന്നുണ്ട് അല്ലേ, മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ഏറ്റവും കൂടുതൽ ക്യാച്ചിയായ ഒരു സംഗതിക്ക് പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ മൗലികാവകാശങ്ങളുടെ ലംഘനമുള്ള ഈ വിഷയങ്ങൾ എന്തോ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ 1.5 വർഷത്തിനിടയിൽ ഇവരുടെ ഈ കാര്യം കൃത്യമായിട്ട് ഫ്ലോട്ട് ചെയ്ത് പൊതുജനങ്ങളിലെത്തി. അത്രമേൽ അവർക്കൊരു ആശ്വാസം. പക്ഷെ ഇപ്പോഴും നോക്കൂ, ഇപ്പോൾ ഈ ക്രൈമിൽ വന്നിരിക്കുന്ന സെക്ഷൻസ് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടാൻ അനന്തമായി നീളുകയാണ് ഇതിൻ്റെ ഒരു നിലവിലെ ഈ കേസിന്റെ അവസ്ഥ ഈ കേസിലെ അസഭ്യവർഷങ്ങൾ ചൊരിഞ്ഞതിന്, അതുപോലെ ഒരു ഹർട്ട്, അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അവരെ ആക്രമിച്ച് മുഖത്തടിക്കുകയാണ്. അല്ലാതെ കത്തിയെടുത്ത് കുത്തുകയോ അങ്ങനെ നമുക്ക് നമ്മുടെ ജീസസിൻ്റെ മുറിവ് കാണിച്ച പോലെ, സെൻറ് തോമസ് തൊട്ട് കാണിച്ച പോലെ ഒന്നും കാണിക്കാവുന്ന മുറിവുകളൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് മുഖത്തടിച്ചതാണ്, അതിൻ്റെ തിണർപ്പ്, അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എടുക്കാവുന്ന വകുപ്പുകൾക്കൊരു പരിമിതിയുണ്ട്. ആ വകുപ്പുകൾ അപ്പോൾ ഒരു പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അതിര് തർക്കത്തിലോ ഒരു വ്യക്തി ഒരാളുടെ മുഖത്തടിക്കുന്ന ആ വകുപ്പുകൾ തന്നെയാണ് ഇതിൽ ബേസിക്കായിട്ട് അലൈൻ ചെയ്യുന്നത്. പിന്നെ അസഭ്യവർഷം മറ്റും ചെയ്തതിൻ്റെ വകുപ്പുകൾ. അതിനുപരി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ചട്ടവിരുദ്ധമായ കാര്യങ്ങൾക്കൊക്കെ നടപടിയെടുക്കേണ്ട ഒരു ആംബിറ്റ് എന്ന് പറയുന്നത് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്താണ്. അതനുസരിച്ചിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഡിസിപ്ലിനറി ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ എൻക്വയറി ഡൊമസ്റ്റിക്കൊക്കെ നടത്തി അദ്ദേഹത്തെ ഡിസ്മിസ് വരെ ആക്കാം. അതൊരു പാരലൽ പ്രൊസീജിയറാണ്. പക്ഷേ ഈ സ്ത്രീക്ക് ഏറ്റ പരിഹാരം എന്ന് പറയുന്നത് ക്രിമിനൽ പ്രോസിക്യൂഷന് കിട്ടാവുന്ന വകുപ്പും അതിൻ്റെ ശിക്ഷയ്ക്കും പരിമിതിയുണ്ട്. ആൻഡ് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇനിയും കടമ്പകളുണ്ട്. ഒരു പക്ഷേ ഇദ്ദേഹം യൂണിഫോം ഇട്ടാലും ഇല്ലെങ്കിലും അയാളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് എന്ന ഒരു പരിരക്ഷ നിൽക്കുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ ഒരുപാട് കേസുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു 197 വകുപ്പ് അനുസരിച്ചിട്ട്, പുതിയ കോഡ് അനുസരിച്ചിട്ടും ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. അതായത് നമ്മളൊരു ഇലക്ഷൻ സമയത്ത് വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന അവസ്ഥ, പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവർ ചെയ്തൊരു ആക്ഷനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്നൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഗവൺമെൻറ് പണിക്ക് ആളെ കിട്ടില്ല. അപ്പോൾ ഈ പരിരക്ഷ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അനുമതി നേടണം. ഇപ്പോൾ ഈ വിഷയത്തിന് ഈ വിഷ്വൽസൊക്കെ ഉള്ളത് കാരണം അത് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. പക്ഷെ നോക്കൂ, അങ്ങനെ ഒരു ഹർഡിൽ കിടക്കുകയാണ്. ആ ഹർഡിൽ കവറപ്പ് ചെയ്തിട്ട് വേണം വീണ്ടും മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് പ്രൂവ് ചെയ്യപ്പെടാൻ. പിന്നെ ഈ നാളെ രാമൻപിള്ളയെ പോലുള്ള ഒരു അഭിഭാഷകനെ ഈ പ്രതിയാക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന് നിർത്തി ഈ പറയുന്ന ഷൈമോളയും ബെഞ്ചോയും ഒക്കെ ക്രോസ് ചെയ്ത് ഒരു വലിയ ക്രോസ് വിസ്താരം നടത്തി ഈ കേസിൻ്റെ രീതി മാറ്റി ഒരു ഡിഫൻസ് സൈഡായിട്ട് വന്നാൽ അത് ഇനിയും നീളുകയാണ്. പക്ഷേ ശ്രീ പ്രതാപ് ചന്ദ്രൻ അതിനുള്ള അവകാശം ഉണ്ടല്ലോ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ. കാരണം ഈ സിസ്റ്റം ബേസ്ഡ് ഓൺ അക്യൂസിറ്റോറിയൽ സിസ്റ്റം. ഒരു പ്രതിക്ക് പരിരക്ഷ കൊടുത്തുകൊണ്ട് അവസാനം വിചാരണ തീരും വരെ പ്രതി ഒരു ഇന്നസെൻസ് ഉണ്ട് എന്ന് സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ ആഫ്റ്റർ ഓൾ ഡെസ്പറേറ്റ് ആകുന്നത്, വിഷമിച്ചു പോകുന്നത്, ഈ വിഷ്വൽസ് ഇല്ലെങ്കിൽ ഒട്ടുമേ സമാധാനം കിട്ടാത്തത് ഈ കുടുംബമാണ്, അല്ലെങ്കിൽ ഈ അടി കിട്ടിയ ആളുകളാണ്. ഒരു രീതിയിലും അവർക്ക് നീതി കിട്ടുമായിരുന്നില്ല ഈ വിഷ്വൽസ് ഇല്ലെങ്കിൽ. ഈ വിഷ്വൽസിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നീതി കിട്ടില്ല എന്ന് മാത്രമല്ല, ശക്തമായ 3 കേസുകളിൽ അവർക്കൊരു പാസ്പോർട്ട് എടുക്കാനോ ആ കുടുംബത്തിനെ ഒരു ചാപ്പടിച്ച പോലെ ഈ തൊഴിലായി മുന്നോട്ട് പോകുന്ന അവർക്ക് നിങ്ങൾ ഗുണ്ടകളാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ആ പോലീസ് സ്റ്റേഷന് കഴിയുമായിരുന്നു. പിന്നെ ഇതിലിപ്പോഴും കുന്തമുന നീണ്ട് എത്തേണ്ടത് ഈ പ്രതാപ് ചന്ദ്രൻ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിന് അനുസരിച്ച് കോറസ് പാടുന്ന കളർഫുൾ ലേഡി പോലീസുകാർ കുറച്ച് പേരുണ്ട്. ഒരടി സാറ് കൊടുക്കുമ്പോൾ 2 അടി ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ് അഭ്യാസം കളിക്കുന്നവരുണ്ട്. അവരിലേക്ക് അന്വേഷണം നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. അതുപോലെ അവർ തന്നെ ഒരാളിൽ മാത്രം കോർണർ ചെയ്യപ്പെടുകയാണ്, കോർണർ ചെയ്യപ്പെടുകയാണ്. അത് ആ കൂട്ടമായ ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഡർ, നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് ഒരു തിന്മയാണെങ്കിൽ അതിനെ എതിർക്കാനുള്ള ശക്തി ഇപ്പോഴും നമ്മുടെ പോലീസിങ് സംവിധാനത്തിന് വന്നിട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നക്സൽ വർഗീസ് വധക്കേസിലെ IG ഉത്തരവിട്ടിട്ട് വെടിവെക്കാൻ പറയുമ്പോൾ രാമചന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അത് ജെബിൻ്റെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള കണ്ണാടിയിലല്ലേ അത് വരുന്നത്? കണ്ണാടിയിലാണ് അതിൻ്റെ ഫസ്റ്റ് TNG ആണ് അതിൻ്റെ ഇൻ്റർവ്യൂവിൽ തുറന്നു പറച്ചിൽ ഔദ്യോഗികമായി ജനങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാമേന്ദ്രൻ പറയുന്നുണ്ട് 25 വർഷങ്ങൾക്ക് ശേഷമാണ് വെളിപ്പെടുത്തൽ. അപ്പോൾ ഇപ്പോൾ ഷൈമോൾക്കൊപ്പം പീഡനം നടക്കുന്ന കസ്റ്റോഡിയൽ ടോർച്ചറിൻ്റെ ഒക്കെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഇതിൻ്റെ സത്യം CCTV വിഷ്വലില്ലെങ്കിൽ വരുന്നതിൻ്റെ ഒരു അകലം എന്ന് പറയുന്നത് മിനിമം 25 വർഷമാണ്. രാമേന്ദ്രൻ പറയുന്നുണ്ട്, ഹംസയും ഞാനും ഒക്കെ നിൽക്കുമ്പോൾ IG അന്ന് സബ് ഇൻസ്പെക്ടറോ മറ്റോ ആയിരിക്കും, അവർ വന്ന് പറയുകയാണ് വെടിവെക്കണം,
അപ്പോൾ ഈ വർഗീസനെ എന്തോ പാറയുടെ മുകളിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അപ്പോൾ കണ്ണ് കെട്ടിയിട്ടോ മറ്റോ ഇരുത്തുന്നു. അപ്പോൾ ഇവൻ കൈപൊക്കുന്നില്ല. രാമചന്ദ്രൻ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ കൈപൊക്കുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൈപൊക്കുക, ഹംസ മറ്റ് 2-3 പേര്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് വളരെ വിചാരണ നേടി ശിക്ഷിക്കപ്പെട്ട ഈ IG ലക്ഷ്മണ അല്ലേ പറയുന്നുണ്ട്, രാമേന്ദ്ര, നാളെ പത്രത്തിലൊരു വാർത്ത കാണും, നക്സൽ ഏറ്റുമുട്ടലില്ലേ, നക്സലുകൾക്കൊപ്പം ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു എന്ന്. അത് കേട്ടപ്പോൾ ഞാൻ പരവശനായി. അല്ലെങ്കിൽ എനിക്ക് ദാറ്റ് ഈസ് അതൊരു മോട്ടീവ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുകയാണ്. അതിൻ്റെ വങ്കിയാർത്ഥം എന്താ? നിന്നെയും ഞങ്ങൾ കൊല്ലും. നിനക്ക് പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട്, ബാഡ് പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ലോ ആൻഡ് ഓർഡറിൽ മജിസ്ട്രേറ്റിന് ഹാജരാക്കുന്നതിന് പകരം പാറയമ്മ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുന്നതിന് നീ കൂട്ടു നിന്നില്ലെങ്കിൽ, കാഞ്ചി വലിച്ചില്ലെങ്കിൽ, നിൻ്റെ കൂട്ടുകാർ കൈപൊക്കിയവരെ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കൂടി നിന്നെ ചുട്ട് ചാമ്പലാക്കുക എന്നൊരു മെസ്സേജാണ്. ആ രീതിയിൽ നിന്ന് ഇപ്പോഴും ഈ സുപ്പീരിയർ ഓഫീസേഴ്സ് മാറി സഞ്ചരിക്കുന്നില്ല എന്നൊരു അപകട സാധ്യത കൂടി ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വൈ ഐ ആം കണക്റ്റിംഗ് ഹിസ്റ്ററി ഈസ് ദ ഗുഡ് ടെക്സ്റ്റ് ബുക്ക്. അതെ, നമുക്ക് അതിൽ നിന്നാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. ഒരുപക്ഷെ CCTV ക്യാമറ ഉണ്ടെങ്കിൽ എത്ര ക്രൂരനായ അക്രമിയാണെങ്കിലും ഈ വർഗീസിനെ നിയമരീതി അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് പണിഷ് ചെയ്യാൻ പറ്റും. ആ തലമുറയ്ക്ക് ഇത് ഓർക്കാൻ പറ്റുമായിരിക്കും, പുതിയ തലമുറയ്ക്ക് ഇത് അത്ര കണക്റ്റഡ് ആയിരിക്കില്ല. അപ്പോൾ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരെ പോലുള്ളവർക്ക് 25 വർഷം എടുക്കേണ്ടതില്ല. അത് അന്ന് തന്നെ CCTVകൾ ഉത്തരം പറയും. ശബ്ദവും വെളിച്ചവും വന്ന് സുപ്രീം കോടതി നിരീക്ഷണത്തെ പോലെ തന്നെ പറയും. പിന്നെ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കറണ്ടില്ല എന്നൊക്കെ പറയുന്ന ഉത്തർപ്രദേശിലൊക്കെ പോലീസ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞു സോളാർ പാനലുകൾ വയ്ക്കുക നിങ്ങളുടെ ഈ CCTVയെ പ്രവർത്തിപ്പിക്കാൻ. ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കേരള പോലീസിൽ ചില സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നുണ്ട്, സാറേ ബട്ടൺ ഇത് വെച്ചാൽ ഞങ്ങളുടെ നെഞ്ച് ഹാർട്ടിനെ ബാധിക്കില്ലേ, ഇത് ചൂടെടുക്കില്ലേ. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂർ ജോലി സിസ്റ്റത്തിൽ, പോലീസിൻ്റെ സിസ്റ്റത്തിൽ അതിനും കൂടുതൽ മണിക്കൂർ എടുക്കേണ്ടതും സേനയിൽ ആവശ്യമുള്ള അംഗങ്ങൾ ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിട്ടല്ലല്ലോ തീർക്കേണ്ടത്. അത് ഈ സിസ്റ്റത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഫെയിലിയർ ആണെങ്കിൽ കൂടുതൽ സേനയിലെ ആളുകളെ വേണം, ക്യാമറ വെച്ചിട്ട് സുരക്ഷിതമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ആധുനിക റേഡിയേഷനോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ക്യാമറകൾ, ബട്ടൺ ക്യാമറകളോ ഫ്രണ്ട് ക്യാമറകളോ ഇവർക്ക് കൊടുക്കണം. ഇനി പറഞ്ഞു പിടിച്ചു വരുമ്പോൾ ഈ കാക്കിയിട്ട പോലീസിനെ കാണിച്ച് ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോഴും ഇന്ത്യൻ കോംപ്ലക്സ് സിറ്റുവേഷനിലുള്ളത്. അക്കാഡമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പറയുന്നത്, മറ്റു വിദേശ രാജ്യത്തൊക്കെ കാക്കിക്ക് പകരം ഇളം നീല ഷർട്ട്, ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ കുപ്പായം പോലെ കടും നീല പാൻറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലുള്ള, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ നേവിയുടെ ഒരു സെക്കൻഡ് യൂണിഫോം വെള്ളയ്ക്ക് പകരം അവരിടുന്നുണ്ട്, നേവി അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെയൊക്കെ ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു കോർഡിയലായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റയറിലേക്ക് പോലീസിങ്ങിൻ്റെ യൂണിഫോമിനെ പോലും മാറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള 90% പേർക്കും അതിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ആരും പേടിക്കില്ല. ഇവർ ആഗ്രഹിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെ ഞങ്ങളെ വന്നു കഴിഞ്ഞാൽ തന്നെ ചായക്കടയിലിരിക്കുന്ന ഞങ്ങളെ കയറിയ ആളുകൾ സല്യൂട്ട് അടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അർഹിക്കാത്ത ഒരു ബഹുമാനം ഞങ്ങൾക്ക് കിട്ടണം. ആഫ്റ്റർ ഓൾ ദേ ആർ പബ്ലിക് സർവൻറ്റ്. പേടിയില്ലെങ്കിൽ ബഹുമാനം ഉണ്ടാവില്ല എന്നാണ് ആ ഒരു. ഇവിടെ ഈ പ്രതിയായ ആള് CI പ്രതാപചന്ദ്രൻ്റെ ആ അടിയിൽ പോലും അതുണ്ട്. സപ്പോസ് അദ്ദേഹത്തിന് ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് ഇവർക്കെതിരെ പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉന്തി സ്ത്രീ താഴെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ബട്ട് ഹീ ഈസ് നോട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഹീ ഈസ് ടേക്കിംഗ് എ ഡിഫൻസ് ഓർ മോർ ഓവേർട്ട് ആക്ട് ഇൻ ഓർഡർ ടു. അവിടെ ആ ഒരു പുരുഷൻ്റെ ഒരു അപമാനത്തിൻ്റെ ഒരു വാരമുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? നിൻ്റെ ഭർത്താവിനെ ഞാൻ തീരുമാനിക്കും ഏത് കേസിൽ പെടുത്തണം എന്നുള്ളത്. അതാണ് ആ ജയ് ഭീം സിനിമ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ദളിതിനെ കാണാണ്ട് ആ മലയാളി നടിയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്, ലിജോ മോള് അവർ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രം ഈ കുട്ടികളെയും ഏറ്റിപ്പോയിട്ട് ഇത് നടക്കുകയാണ്. നല്ലൊരു അഭിഭാഷകൻ്റെ സഹായം കിട്ടി. അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഈ ജുഡീഷ്യറിയിൽ പോലും ഇത് അവതരിപ്പിക്കുന്ന ബെഞ്ചുകളുടെ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ഒരു ജീവിതാനുഭവം പോലും എനിക്ക് തോന്നുന്നു അത് പറയുന്നത് ശരിക്ക് ഉചിതമാണോ എന്ന് വെച്ചാൽ ജസ്റ്റിസ് കാർഡോസോ പോലുള്ളവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് പോലും ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നതിന് പലപ്പോഴും ഘടകമാകാറുണ്ട്. ഇപ്പം ഞാൻ വ്യക്തി ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കുഞ്ഞനുഭവം, ഞാൻ ചെറിയ യാത്രയൊക്കെ പോകാറുള്ളതാണ്. വിജയനഗര SP കീഴിലെ ഹംപി
നമ്മുടെ പുരാതനമായിട്ടുള്ള തെന്നാലി രാമൻ്റെ ഒക്കെ കഥ പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ ഏതോ ഒരു അവധിക്കാലത്ത് പോയ സമയത്ത് ഞാൻ സ്റ്റേഷനിൽ തിരികെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കുള്ള തീവണ്ടി നോക്കിയിരിക്കുമ്പോൾ എന്നെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു മലയാളി യുവാവ് എന്ന നിലയിൽ നമ്മളൊരു ട്രാവൽ മൂഡിലാണല്ലോ. ചിലപ്പോൾ നമുക്ക് താടി ഉണ്ടാകാം, ചിലപ്പോൾ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടാവാം, നമ്മൾ യാത്രയുടെ ക്ഷീണത്തിലുണ്ടാവാം. അവരെന്നെ പൊക്കിക്കൊണ്ടുപോയി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അവരെന്തോ ഇൻബിൽട്ട് ചെയ്ത് നമ്മുടെ ബാഗിലേക്ക് എന്തെങ്കിലും ചരസോ കഞ്ചാവോ മറ്റോ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നമ്മുടെ വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി വലിയ പണം തട്ടാനോ അല്ലെങ്കിൽ അവർക്കൊരു കോട്ട തയ്ക്കാൻ ഇത്ര പേരെ പിടിച്ചു. അപ്പോൾ ഏറ്റവും ദുർബലമായ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ചെറുപ്പക്കാർ, ഈ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഇതൊക്കെ വൾണറബിളാണ്. നോക്കൂ, വിദേശത്തു നിന്നൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികളും ഒരുപാട് പേര് അത്തരം ഇൻസ്റ്റാ റീൽസിലേക്കൊക്കെ പോയി ഒറ്റയ്ക്ക് ലോകനാടുകൾ കാണുന്നതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് അതൊരു വലിയൊരു സ്വയം കണ്ടെത്തലാണ്. പക്ഷേ ഇവിടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവനെ കഞ്ചാവ് കേസിലും മാഫിയ കേസിലും സദാചാര കേസിലും ഉൾപ്പെടുത്താൻ ഈ കേരളം വിട്ടാൽ മറ്റ് സ്റ്റേറ്റ് പോലീസുകാരൊക്കെ ഒറ്റക്കെട്ടാണ്. ഇതിനേക്കാൾ ഭീകരമായ സ്ഥിതി. അപ്പോൾ എൻ്റെ കയ്യിൽ സുപ്രീം കോടതി മെമ്പർഷിപ്പ്, ഹൈക്കോടതി മെമ്പർഷിപ്പ്, തൃശ്ശൂർ ബാർ അസോസിയേഷനിലെ കാർഡ്, ഇതെല്ലാം ഞാൻ പരത്തി വയ്ക്കുക. അപ്പോൾ എനിക്കൊരു കൊച്ചു മകനുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഈ പോകുന്ന നാടുകളിൽ നിന്ന് എഴുതാറുണ്ട് മലയാളത്തിൽ. അപ്പോൾ എൻ്റെ കയ്യക്ഷരം മോശമായ കാരണം ഇവരിതെന്തോ കോഡ് ഭാഷയാണെന്ന് വിചാരിക്കുന്നു. അന്ന് റിപ്പബ്ലിക് ഡേയോ മറ്റോ അടുത്ത് വരികയാണ്. അപ്പോൾ കോഡ് ഭാഷയിൽ ലെറ്റർ എഴുതിയത്. അപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെറിയ പ്രായം പറയത്തെ. അപ്പോൾ അത് വീണ്ടും പോലീസിങ്ങിന് സംശയം. അവസാനം ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഇരുത്തി കളിക്കാതെ, ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു പ്രൊഡ്യൂസ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. ആ മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്നെ ഹാജരാക്കാൻ പറഞ്ഞ് ഞാൻ വാശി പിടിക്കുന്ന മൊമെൻറ്റിലാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പോകുന്നത്. അവസാന തീവണ്ടി പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നെ റിലീസാക്കി വിടുകയാണ്. പക്ഷെ അന്ന് നമുക്ക് മനസ്സിൽ കിട്ടുന്നത്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഒരു പറച്ചിലുണ്ട്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ ഭാഗമായിട്ട് മദ്രാസ് സ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു തലശ്ശേരി ജയിലിലേക്ക് കൃഷ്ണയ്യരെ കുറച്ച് കാലം തടവിലിട്ടു. അപ്പോൾ ഈ കൃഷ്ണയ്യർ പറയുന്നുണ്ട്, എനിക്ക് വായിക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ള കാരണം പുസ്തകങ്ങൾ വായിക്കാൻ നോക്കുമ്പോൾ പഴയ പോലീസിങ്ങിൻ്റെ ജയിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊരു കിളിവാതിൽ, നമ്മൾ മോണ്ടി ക്രിസ്റ്റോ പ്രഭുവിൻ്റെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ വിഷ്വലൈസ് ചെയ്യുന്ന ഡ്രാക്കുള കോട്ടയിലെ കിളിവാതിൽ, കുഞ്ഞ് അരിച്ചിറങ്ങുന്ന പ്രകാശം, അതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ തന്നെ മനുഷ്യന് മാനസിക വ്യത വരും. അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ചേംബറുകൾ പോലുള്ള ഇടുങ്ങിയ സെല്ലുലാർ ജയിൽ, ആൻഡമാനിൽ നമ്മൾ പറയുന്ന പോലെ. അപ്പോൾ ഒരു പക്ഷേ ഈ ജസ്റ്റിസ് കൃഷ്ണയ്യർ അന്ന് വിരലും മടക്കി വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യൗവനത്തിൽ. ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ വിരൽ മടക്കലുകൾ കൂടിയാണ്. പ്രിട്ടോറിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വംശവെറി പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരനെന്ന രീതിയിലേക്ക് ഈക്വലായിട്ട് ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും തള്ളിവിടുന്നതാണ് ശ്രീ മഹാത്മാഗാന്ധിയെ, MK ഗാന്ധി എന്ന യുവാഭിഭാഷകനെ വിരൽ മടക്കാൻ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം അന്ന് മനസ്സിൽ കുറിക്കുകയാണ്. പിന്നീട് അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായിട്ട് ഉയരുന്നത് നമുക്ക് കാണാം. അപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ, പോലീസ് അട്രോസിറ്റി നമ്മൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്താണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിൽ ബന്ദിയായിരുന്ന ആ ഒരു സമയം, വളരെ ചെറിയ സമയം, എന്നെ പോലും പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെ എനിക്കിതറിയില്ല. നമ്മളറിയാത്ത അനുഭവങ്ങൾ നമുക്ക് അന്യമാണ്. പട്ടിണി കിടന്നവന് വിശപ്പിൻ്റെ വില അറിയാമെന്ന് പറഞ്ഞ പോലെ കളവായ കേസുകളിൽ ഫ്രെയിം ചെയ്യാൻ കർണാടക പോലീസിനെന്നല്ല കേരള പോലീസിന് നിമിഷങ്ങൾ മതിയെന്ന് എനിക്ക് മനസ്സിലാകുന്നത് വിജയനഗര SP കീഴിലുള്ള ഹംപി പോലീസ് സ്റ്റേഷനിൽ എന്നെ കൊണ്ടിരുത്തിയപ്പോഴാണ്. അതിനുശേഷം ഞാൻ കർണാടക മനുഷ്യാവകാശ കമ്മീഷനായിട്ട് ആ കേസ് പുട്ടപ്പ് ചെയ്യുന്നുണ്ട് ഹംപി പോലീസിലെ അന്നത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ. അത് നിരന്തരം ഞാൻ പേഴ്സണലി പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ ഷൈമോൾ ലിജിമോളുടെ കഥാപാത്രം അവതരിപ്പിച്ച പോലെ, ജയ്ഭീമിൽ അവതരിപ്പിച്ചതുപോലെ നീതി തേടി നമുക്ക് അരികിലെത്തുമ്പോൾ അതിനോടൊപ്പം ഉറച്ചു നിൽക്കാനും ആ യാത്ര ഇതുവരെ പൂർത്തീകരിക്കാനും ശ്രമിച്ചു. ഇത് ഇനിയും തുടർന്ന് ലോഫുൾ ഡിസ്കോഴ്സിൽ നടത്തി ഒരു ന്യായം, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഹർഡിൽസ് ഈ സിസ്റ്റം ഇപ്പോഴും ഈ CCTV വിഷ്വൽസിനെ ഒരു പ്രോപ്പറായിട്ട് എവിഡൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായി എടുക്കുന്നൊരു രീതിയിലേക്ക് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് വേണം. ഏറ്റവും വലിയ തമാശ, ഇൻസ്റ്റാ റീലുകളും വാട്സാപ്പും ഒക്കെ സുപരിചിതമാകുന്ന ഒരു ജഡ്ജിമാരുടെ ഒരു തലമുറ, ജുഡീഷ്യൽ ന്യായാധിപരുടെ തലമുറയാണ് നിങ്ങൾ ഒരു വിഷ്വൽ സമർപ്പിക്കാൻ ഇനി 4 പെറ്റീഷനും അതിൻ്റെ മുകളിൽ 10 സ്റ്റാമ്പ് ഒട്ടിച്ച് അതിനെ ഇന്ന സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് എത്തിക്കണമെന്ന നിയമത്തിൻ്റെ ഒരു നൂലാമാലകൾ എത്തിക്കുന്നത്. ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ കന്യാസ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെയിലുകൾ, അതിൽ പകുതി ലൂപ്പ് ഹോൾസ് വന്നിരിക്കുന്നത് പ്രഗത്ഭനായ ആ അഭിഭാഷകൻ അത് കൊണ്ടുവരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഡിജിറ്റൽ സോഴ്സുകളെ അവർ പൊട്ടിക്കുക ചെയ്യുന്നത്.
ഇത് കൃത്യമായിട്ട് ഡിജിറ്റൽ സോഴ്സുകളിലല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മെയിൽ അയച്ചത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ തെളിവായിട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന ആ മെയിലിൽ അയച്ച കന്യാസ്ത്രീ അല്ലെങ്കിൽ ആ വൈദികൻ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കുമ്പോൾ അതിനൊരു സെക്ഷൻ 65B സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിജിറ്റൽ തെളിവുകളെ മുഴുവൻ തിരസ്കരിക്കുന്ന ഒരു ട്രയൽ സംവിധാനത്തിൽ കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കിട്ടുന്ന പോലെ ഡിജിറ്റൽ തെളിവുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പുറമെ പറഞ്ഞാലും ഇൻ ടു ദ കോർ ഒരുപാട് നൂലാമാലകളിലാണ് എടുക്കുന്നത്. അതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ ഒരു പ്രോസിക്യൂഷൻ പോലീസിങ് സംവിധാനത്തിൽ ഇതിനൊരു യൂണിഫൈംഡ് പാറ്റേണിൽ പരമാവധി നമ്മുടെ സൈബർ സെല്ലുകളൊക്കെ അത് ശ്രമിച്ച് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആ ഭാഗത്ത് ഇപ്പോഴൊരു ഗ്രേ ഏരിയ കിടക്കുക. അവിടെ നല്ല രീതിയിൽ വളർന്നു വരുന്ന അഭിഭാഷകർക്ക്, പോലീസുകാർക്ക്, പോലീസ് അക്കാഡമി പോലുള്ള പ്രഗത്ഭമായ സ്ഥാപനങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇനി വരാൻ പോകുന്നത് മുഴുവൻ CCTVകളും സൈബർ കാര്യങ്ങളും ഒക്കെ ചേർന്ന ഒരു പ്രോസിക്യൂഷനാണ്. അപ്പോൾ അതിൽ പ്രഗത്ഭരായ ആളുകളെ വാർത്തെടുത്താൽ മാത്രമേ ഷൈമോളെ പോലെയുള്ളവർക്ക് നീതി ലഭിക്കൂ. എന്തായാലും ഒരു പുരോഗമന സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്ന, സ്വയം അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് അത്തരം നീതി നിർവഹണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രത്യേകിച്ചും ഈ ഷൈമോളുടെയും ബെഞ്ചോയുടെയും കേസിൽ വളരെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി വരട്ടെ. അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള അല്ലെങ്കിൽ കുറ്റാരോപിതനെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളിൽ മാത്രം ഒതുങ്ങാതെ അത് സിസ്റ്റത്തെ മുഴുവൻ പരിഷ്കരിക്കുന്ന രീതിയിലേക്ക് ഈ കേസിൻ്റെ വിധി സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.